ഇതുവരെ ഇതിന്റെ ആധാരത്തിൽ ക്ലാസ്സിനാണ് ഈ ക്ലാസ് എനിക്കറിയാം, അങ്ങനെ പലർക്കും അറിയാം. അങ്ങനെ 50,000 രൂപ നമ്മൾ ജീവമാക്കി കൊടുത്തിട്ട് ആ സ്ഥലം വാങ്ങി. അപ്പൊ ആ സ്ഥലം വാങ്ങിയപ്പോ ആ സ്ഥലം അടിസ്ഥാനപരമായി പറഞ്ഞാൽ 110 കൊല്ലം മുമ്പ് അത് പള്ളിയുടെ ജന്മമായിരുന്ന സ്ഥലമാണ്. 110 കൊല്ലം മുമ്പ് പള്ളിയുടെ ജന്മമായിട്ടുള്ള സ്ഥലം. ആ ജന്മമായ സ്ഥലം അന്ന് 110 കൊല്ലം മുമ്പ് 1914 ആ സ്ഥലം ഒരു കൂട്ടത്തിൽ അവർ കൈവശം വിട്ടുകൊടുത്ത് പുറപ്പാടിന് പുറപ്പാടിന് വിട്ടുകൊടുത്തു. അങ്ങനെ അവരുടെ കുറേ കൊല്ലം കൈവശം വെച്ചതിന് ശേഷം 947 കാലത്ത് അതറിയിലെടുത്തു 1943 കാലത്ത് വീണ്ടും അത് പൊളിച്ചെഴുതിക്കൊടുത്തു. അങ്ങനെ അവര് കൈവശം വെച്ചു. അതൊക്കെ പറഞ്ഞാൽ പള്ളിക്ക് 110 കൊല്ലമായിട്ട് പള്ളിയുടെ കൈവശത്തിലില്ലാത്ത സ്ഥലം. അതങ്ങനെ കൈവശം വെച്ച് വന്ന സ്ഥലം കൈവശക്കാരായ ആളുകളെടുത്ത് അത് എല്ലാ സ്ഥലവും, അത് ഈ സ്ഥലം മാത്രമല്ല, അതോടുകൂടെ 4 സ്ഥലം കൈയാധാരത്തിലുണ്ട്. അതിൽപ്പെട്ട ഒരു സ്ഥലമാണ് ഇവിടെ ഇതിന്റെ നേരെ ചുവടെ പാലത്തിന് തൊട്ട് ഒരു ഡാഡിസൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ബിൽഡിംഗ് നിൽക്കുന്ന സ്ഥലം അങ്ങനെ അതേ ആധാരത്തിലുള്ള ഒരു സ്ഥലം. വേറെയും 2 സ്ഥലമുണ്ട്. ഈ 4 സ്ഥലവും 110 കൊല്ലം മുമ്പ് അന്യ കൈവശം കൊടുത്ത സ്ഥലം. അത് വരെ നമുക്കറിയില്ല, അത് പള്ളിയുടെ അരി വരെ നമുക്കറിയില്ല. എല്ലാവരും ഒന്നും പറയുന്നു. 3 സ്ഥലം വേറെ ഉണ്ട്. അപ്പോ അത് ആ 3 ഞാൻ മനസ്സിലാക്കുന്നത് പള്ളി കമ്മിറ്റിയുടെ ഭാരവാഹികളുടെ കൈവശത്തിനാണ് ഉള്ളത്. 4 സ്ഥലമാണ് ഉള്ളത് അല്ലെ? അതെ. അങ്ങനെ 4 സ്ഥലത്തിൽപ്പെട്ട 4ാമത്തെ സ്ഥലമാണ് ഈ പറയപ്പെടുന്ന സ്ഥലം. അപ്പോൾ ഇവിടെ ആധാരമുള്ളതാണ്. നമുക്ക് പറയുന്നില്ല. പള്ളിയുടെ കാരണവരായ ഒരാളെന്ന്, പള്ളി ഒരാളെന്ന കാരണം ഒരു മാനേജറുടെ പേരാണ്. പള്ളി ഒരാളനായ ആള് നാട്ടു കൊടുത്തു എന്നാണ് പറയുന്നത്. പള്ളി വക സ്ഥലം എന്ന് പറയുന്നത് അത് വഫാണോ ഇല്ല എന്നുള്ളത് അത് പറയുന്നില്ല. പള്ളി വക നമ്മൾ പൈസ കൊടുത്ത് വാങ്ങിയാലുണ്ടാവും, പള്ളി വകയാവും, പള്ളിക്ക് വേണ്ടി വാങ്ങിയാലാവും. അതായത് പള്ളി വകയാണെന്നേ പറയുന്നത്. അങ്ങനെ പള്ളി വകയിലുള്ള ആ സ്ഥലം 110 കൊല്ലം മുമ്പ് അന്യ കൈവശം കൊടുത്തു. അതിൽ 3 സ്ഥലവും പള്ളി കമ്മിറ്റിയുടെ ഭാരവാഹികൾ ഇപ്പോഴും കൈവശം വെച്ചുകൊണ്ടിരിക്കുന്നു. അവരതിന് ആദായം കൊടുത്തുകൊണ്ടിരിക്കുന്നു. 4ാമത്തെ സ്ഥലം നമ്മൾ വാങ്ങുന്നത് ഈ അന്തൂർക്കാരുടെ ഉമ്മ ബിയുമാനോടാണ് നമ്മൾ വാങ്ങുന്നത്. അന്ന് 50,000 രൂപ അതിന് വില കൊടുത്തിട്ടുണ്ട്. വെറുതെ വാങ്ങിയത് 50,000 കൊടുത്തിട്ടാണ് വാങ്ങുന്നത്. അന്ന് 50,000 രൂപ തന്നെ ഏകദേശം ആ സ്ഥലത്തിന്റെ വിലയാണ്. അന്നത്രേ വില ഉള്ളൂ. അന്ന് ഇന്നത്തെ പോലെ വിലയുടെ പാടുമല്ല. അന്ന് തന്നെ ഇരിക്കുന്ന ഇസ്മായിലിനോട് നടന്നു. ഇസ്മായിലിന്റെ ഒരു സ്ഥലം നമ്മൾ അതിന്റെ ശേഷം 2002 മറ്റോ വാങ്ങി. 1996 പിന്നെയും 6 കൊല്ലം കഴിയുമ്പോൾ 3 പാറക്കടവ് പള്ളിയുടെ സ്ഥലം ദാറുൽ ഹുദാ സ്ഥാപനം കയ്യേറിയതാണെന്ന് മാധ്യമത്തിൽ കണ്ടു. മാധ്യമം ജമാഅത്തെ ഇസ്ലാമിയുടേതായതുകൊണ്ട് സ്ഥാപനത്തിനെ തകർക്കാൻ കളവ് റിപ്പോർട്ട് കൊടുക്കുകയാണോ അതോ കയ്യേറിയിട്ടുണ്ടോ? അതിന് ശാദം നമുക്ക് നാളെ പറയാം. മാധ്യമം പത്രങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവും, മുമ്പ് മർക്കസ് കോംപ്ലക്സ് പണയത്തിൽ എന്ന് പറഞ്ഞ് വലിയ ഹെഡിങ് കൊടുത്ത് എന്നിട്ട് കാന്തപുരം ഉസ്താദ് ഏതോ ഒരു സമയത്ത് ആരോ മരിച്ച വിവരം കേട്ടിട്ടോ മറ്റോ കുറച്ച് ക്ഷീണമായിട്ട് ക്ഷീണമുള്ള നിലക്കുള്ളൊരു മുഖഭാവമുള്ളൊരു ഫോട്ടോ ഉണ്ട്, എന്നെ അതും വെച്ചു കൊടുത്ത് അങ്ങനെ ഒരു വലിയ പ്രചരണം നടത്തി മർക്കസിനെ തകർക്കാൻ വേണ്ടി. അന്ന് കുറ്റ്യാടി സിറാജുൽ ഹുദയിലെ ടൗണിലെ പള്ളി ഉണ്ടാക്കിയ കാലത്താണ്, റമദാനായിരുന്നു. ഞാൻ റമദാനിൽ ഒരു ദിവസം അതന്നെ അങ്ങോട്ട് പ്രസംഗിച്ചു. അന്ന് ഇന്നത്തെ പോലെ യൂട്യൂബില്ല, അതുപോലെ CD ഇല്ല, അങ്ങനത്തെ ഒന്നുമില്ല. അന്നുള്ള ഒരു കേസറ്റാണ്. ആ കേസറ്റ് പിടിച്ച് 1000കണക്കിന് കേസറ്റ് ലോകമൊട്ടാകെ വിതരണം ചെയ്തു സുന്നത്ത് ജമാഅത്തിൻ്റെ പ്രവർത്തകർ. അങ്ങനെയാണ് ആളുകളുടെ തെറ്റിദ്ധാരണ തിരുത്തിയത്. അതുപോലെ ഈ ജമാഅത്ത് ഇസ്ലാമി എന്ന് പറയുന്ന സാധനം, അതിൻ്റെ ഒരു സ്വഭാവം എന്ന് പറഞ്ഞാൽ, ഇപ്പം ഞാൻ വിശദീകരിക്കുന്നില്ല. ഈ ഇബ്രാഹിം സുലൈമാൻ സേട്ട് എന്ന് പറഞ്ഞിട്ട് ഒരാളുണ്ടായിരുന്നു. അദ്ദേഹത്തെ ജനങ്ങൾ വലിയൊരു പാർട്ടീൻ്റെ നേതാവൊക്കെ ആയിട്ടുണ്ടായതാണ്. അദ്ദേഹത്തെ എന്തെല്ലോ ആക്കി മാധ്യമം. അതേപോലെ കുഞ്ഞാലിക്കുട്ടി സാഹിബിനെ സംബന്ധിച്ച് നമ്മുടെ കടവത്തൂരുള്ള
ഒരു വ്യക്തിയെ സംബന്ധിച്ചും എന്തെല്ലാമോ എഴുതി പറഞ്ഞ് പ്രചരിപ്പിച്ച് അങ്ങനെ അദ്ദേഹത്തെ ഒന്നുമല്ലാതാക്കാനുള്ള ശ്രമം നടത്തി. അത് അത്രത്തോളം വിജയിച്ചിട്ടില്ല. അതേപോലെ ഉസ്താദിനെ സംബന്ധിച്ച് പലപ്പോഴും സുബ്ഹാനല്ലാഹ് സ്ത്രീകൾ ധാരാളം പ്രസവിക്കണം എന്ന് പറഞ്ഞു. അപ്പോഴേക്ക് ജമാഅത്ത് ഇസ്ലാമിൻ്റെ ആൾക്കാർ പെണ്ണുങ്ങൾ പ്രസവിക്കാനേ പറ്റുള്ളൂ എന്ന് കാന്തപുരം പറഞ്ഞു എന്ന്. ഇങ്ങനെ എപ്പോൾ നോക്കിയാലും ഫിത്നയും ഫസാദും ഉണ്ടാക്കുന്ന ഒരു സാധനങ്ങളാണ് ജമാഅത്ത് ഇസ്ലാമി. അപ്പോൾ അവർ പത്രത്തിൽ കയ്യേറിയുന്നു, മറ്റൊക്കെ പലതും പറഞ്ഞിട്ടുണ്ടാവും. ഇൻഷാ അല്ലാഹ് അതിനെ സംബന്ധിച്ച് ഞാൻ നാളെ എൻ്റെ രേഖാസഹിതം പറയാം. എന്നാലാണല്ലോ കൂടുതൽ ജനങ്ങൾക്ക് അത് ബോധ്യപ്പെടുക. അതുകൊണ്ട് ഇപ്പോൾ പറയുന്നില്ല. നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ, നിങ്ങൾക്ക് ആർക്കെങ്കിലും തോന്നുന്നുണ്ടോ എന്ത് ഒരു വലിയ ഒരു മഹല്ല്, വലിയ ഔലിയാക്കളൊക്കെ കിടക്കുന്ന മഖബറയുള്ള ഒരു വലിയ പ്രസിദ്ധമായ പള്ളി, ആ പള്ളിയുടെ ഒരിഞ്ച് ഭൂമി നമ്മളാരെങ്കിലും കയ്യേറും എന്ന് നിങ്ങൾ ആരുടെയെങ്കിലും മനസ്സ് പറയുന്നുണ്ടോ? പറയുന്നുണ്ടെങ്കിൽ നിങ്ങൾ അള്ളാഹുവിൻ്റെ അടുക്കൽ രക്ഷപ്പെടില്ല. അങ്ങനെ ആരെങ്കിലും ചെയ്യോ? ഒരു മുസ്ലിം പോയിട്ട് അമുസ്ലിം തന്നെ ചെയ്യോ? ഇനി അഥവാ ഒരുത്തൻ അങ്ങനെ കയ്യേറിയിട്ടുണ്ടെങ്കിൽ സുബ്ഹാനല്ലാഹ്, അങ്ങനെ കയ്യേറാൻ മാത്രം ശക്തിയുള്ള ഒരുത്തൻ ഇവിടെ ആരാ ഉള്ളത്? നമ്മളൊരു വലിയ മഹലിൻ്റെ പള്ളിയുടെ സ്ഥലം കയ്യേറാൻ മാത്രം ശക്തിയുള്ള ഒരുത്തൻ ആരാണ് ഇവിടെ ഉള്ളത്? അങ്ങനെ ഉണ്ടെങ്കിൽ അതിനു വേണ്ടി പടപെറുന്നതിൽ ഏറ്റവും മുൻപന്തിയിൽ ഇൻഷാ അല്ലാഹ് ഞാനുണ്ടാവും. നിങ്ങൾക്ക് ആർക്കും ഒരു സംശയവും വേണ്ട. നമ്മളെ പള്ളിയുടെ ഒരിഞ്ച് ഭൂമി ഒരാൾ കയ്യേറുകയാണെങ്കിൽ അതിനനുവദിച്ചു കൊടുക്കാൻ പറ്റുമോ? അങ്ങനെ ആരെങ്കിലും ചെയ്യുമോ? ഇവിടെ ഇൻഷാ അല്ലാഹ് ഞാനത് നാളെ രേഖസഹിതം പറയാം. ഇപ്പോൾ ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. ഇവിടെ നമ്മളിപ്പോൾ ഈ പ്രസംഗം നടത്തിക്കൊണ്ടിരിക്കുന്ന സ്ഥലം 30 കൊല്ലത്തിൻ്റെ മേലെയായി നമ്മൾ കൈവശം വെച്ച്. ഈ ഷെഡൊക്കെ എത്ര കൊല്ലമായി? ഇവിടെ 5 ഷെഡ് ഉണ്ടായിരുന്നു ഈ സ്ഥലത്ത് നമ്മൾ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ തുടങ്ങുന്ന സമയത്ത്. അങ്ങനെ 30 കൊല്ലത്തിലേറെയായിട്ട് നമ്മൾ കൈവശം വെച്ചുകൊണ്ടിരിക്കുന്ന സ്ഥലമാണ് ഇത്. അതേപോലെ 29 കൊല്ലമായിട്ട് കൈവശം വെക്കുന്ന സ്ഥലമാണ് ആ ബിൽഡിംഗ് ഉള്ളത്. അങ്ങനെ ഓരോന്നും നമ്മൾ വില കൊടുത്ത് വാങ്ങിയതല്ലാതെ ഈ സ്ഥലങ്ങളെ കൂട്ടത്തിൽ ഒരു സ്ഥലവും ആരുടേതും കയ്യേറിയത് ഇല്ല. ഒറിജിനൽ രേഖ കൃത്യമായി പരിശോധിച്ചിട്ടില്ല. വഖഫ് ആരെയാണോ നോക്കാൻ ഏൽപ്പിച്ചത്, എന്തിനു വേണ്ടിയാണോ ചെയ്തിരിക്കുന്നത്, അതേ ആവശ്യത്തിന് തന്നെ ഉപയോഗിക്കണം എന്നതാണ് നിയമം. അപ്പൊ ആരെങ്കിലും വഖഫായ ഭൂമി വിൽപ്പന നടത്തിയിട്ടുണ്ടെങ്കിൽ അത് തെറ്റ് തന്നെയാണ്. ആ ഭൂമി വഖഫാണെങ്കിലും അവർക്കത് വിൽക്കാനുള്ള അധികാരമില്ലെങ്കിലും വിൽപ്പന നടത്തിയിട്ടുണ്ടെങ്കിൽ അത് തെറ്റ് തന്നെയാണ്. ഗവൺമെന്റ് ഈ വിഷയത്തിൽ ഒരു ജുഡീഷ്യൽ കമ്മിറ്റിയെ വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് കൃത്യമായൊരു വിവരം പുറത്തു വരുമെന്നാണ് നമ്മൾ ആ വിഷയത്തിൽ പ്രതീക്ഷിക്കുന്നത്. സർക്കാർ അതിൽ ഈ ആരെയും കുടിയിറക്കില്ല എന്നൊരു നിലപാട് പ്രഖ്യാപിച്ചു. മുഖ്യമന്ത്രി തന്നെ അത് പറയുന്നു. അപ്പം ഇത് രണ്ടും എങ്ങനെയാണ് ഒരു പരസ്പര വിരുദ്ധമാകില്ലേ? അല്ല, ഇവിടെ സർക്കാർ ഭൂമികളിലും പുറമ്പോക്ക് ഭൂമികളിലും മറ്റും പല സ്ഥലത്തും കയറിക്കൂടിയ ആളുകളെ കൂടിയിറക്കുന്ന നിലപാടുകൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. 3 പാറക്കടവ് പള്ളിയുടെ സ്ഥലം ദാറുൽ ഹുദാ സ്ഥാപനം കയ്യേറിയതാണെന്ന് മാധ്യമത്തിൽ കണ്ടു. മാധ്യമം ജമാഅത്ത് ഇസ്ലാമിയുടേതായതുകൊണ്ട് സ്ഥാപനത്തിനെ തകർക്കാൻ കളവ് റിപ്പോർട്ട് കൊടുക്കുകയാണോ അതോ കയ്യേറിയിട്ടുണ്ടോ? അതിന് ശാദം നമുക്ക് നാളെ പറയാം. മാധ്യമം പത്രങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവും, മുമ്പ് മർക്കസ് കോംപ്ലക്സ് പണയത്തിൽ എന്ന് പറഞ്ഞ് വലിയ ഹെഡിങ് കൊടുത്ത് എന്നിട്ട് കാന്തപുരം ഉസ്താദ് ഏതോ ഒരു സമയത്ത് ആരോ മരിച്ച വിവരം കേട്ടിട്ടോ മറ്റോ കുറച്ച് ക്ഷീണമായിട്ട് ക്ഷീണമുള്ള നിലക്കുള്ളൊരു മുഖഭാവമുള്ളൊരു ഫോട്ടോ ഉണ്ട്, എന്നെ അതും വെച്ചു കൊടുത്ത് അങ്ങനെ ഒരു വലിയ പ്രചരണം നടത്തി മർക്കസിനെ തകർക്കാൻ വേണ്ടി. അന്ന് കുറ്റ്യാടി സിറാജുൽ ഹുദയിലെ ടൗണിലെ പള്ളി ഉണ്ടാക്കിയ കാലത്താണ്, റമദാനായിരുന്നു. ഞാൻ റമദാനിൽ ഒരു ദിവസം അതന്നെ അങ്ങോട്ട് പ്രസംഗിച്ചു. അന്ന് ഇന്നത്തെ പോലെ യൂട്യൂബില്ല, അതുപോലെ CD ഇല്ല, അങ്ങനത്തെ ഒന്നുമില്ല. അന്നുള്ള ഒരു കേസറ്റാണ്. ആ കേസറ്റ് പിടിച്ച് ആയിരക്കണക്കിന് കേസറ്റ് ലോകമൊട്ടാകെ വിതരണം ചെയ്തു സുന്നത്ത് ജമാഅത്തിൻ്റെ പ്രവർത്തകർ. അങ്ങനെയാണ് ആളുകളെ തെറ്റിദ്ധാരണ തിരുത്തിയത്. അതുപോലെ ഈ ജമാഅത്ത് ഇസ്ലാമി എന്ന് പറയുന്ന സാധനം, അതിൻ്റെ ഒരു സ്വഭാവം എന്ന് പറഞ്ഞാൽ
ഇപ്പം ഞാൻ വിശദീകരിക്കുന്നില്ല. ഈ ഇബ്രാഹിം സുലൈമാൻ സേട്ട് എന്ന് പറഞ്ഞിട്ട് ഒരാളുണ്ട്. അദ്ദേഹത്തെ ജനങ്ങൾ വലിയൊരു പാർട്ടീൻ്റെ നേതാവൊക്കെ ആയിട്ടുണ്ടായതാണ്. അദ്ദേഹത്തെ എന്തെല്ലോ ആക്കി മാധ്യമം. അതേപോലെ കുഞ്ഞാലിക്കുട്ടി സാഹിബിനെ സംബന്ധിച്ചും നമ്മുടെ കടവത്തൂരുള്ള ഒരു വ്യക്തിയെ സംബന്ധിച്ചും എന്തെല്ലാമോ എഴുതി പറഞ്ഞ് പ്രചരിപ്പിച്ച് അങ്ങനെ അദ്ദേഹത്തെ ഒന്നുമല്ലാതാക്കാനുള്ള ശ്രമം നടത്തി. അത് അത്രത്തോളം വിജയിച്ചിട്ടില്ല. അതേപോലെ ഉസ്താദിനെ സംബന്ധിച്ച് പലപ്പോഴും സുബ്ഹാനല്ലാഹ് സ്ത്രീകൾ ധാരാളം പ്രസവിക്കണം എന്ന് പറഞ്ഞു. അപ്പോഴേക്ക് ജമാഅത്ത് ഇസ്ലാമിൻ്റെ ആൾക്കാർ പെണ്ണുങ്ങൾ പ്രസവിക്കാനേ പറ്റുള്ളൂ എന്ന് കാന്തപുരം പറഞ്ഞു എന്ന്. ഇങ്ങനെ എപ്പോൾ നോക്കിയാലും ഫിത്നയും ഫസാദും ഉണ്ടാക്കുന്ന ഒരു സാധനങ്ങളാണ് ജമാഅത്ത് ഇസ്ലാമി. അപ്പോൾ അവർ പത്രത്തിൽ കയ്യേറിയുന്നു, മറ്റൊക്കെ പലതും പറഞ്ഞിട്ടുണ്ടാവും. ഇൻഷാ അല്ലാഹ് അതിനെ സംബന്ധിച്ച് ഞാൻ നാളെ എൻ്റെ രേഖാസഹിതം പറയാം. എന്നാലാണല്ലോ കൂടുതൽ ജനങ്ങൾക്ക് അത് ബോധ്യപ്പെടുക. അതുകൊണ്ട് ഇപ്പോൾ പറയുന്നില്ല. നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ, നിങ്ങൾക്ക് ആർക്കെങ്കിലും തോന്നുന്നുണ്ടോ എന്ത് ഒരു വലിയ ഒരു മഹല്ല്, വലിയ ഔലിയാക്കളൊക്കെ കിടക്കുന്ന മഖബറയുള്ള ഒരു വലിയ പ്രസിദ്ധമായ പള്ളി, ആ പള്ളിയുടെ ഒരിഞ്ച് ഭൂമി നമ്മളാരെങ്കിലും കയ്യേറും എന്ന് നിങ്ങൾ ആരുടെയെങ്കിലും മനസ്സ് പറയുന്നുണ്ടോ? പറയുന്നുണ്ടെങ്കിൽ നിങ്ങൾ അള്ളാഹുവിൻ്റെ അടുക്കൽ രക്ഷപ്പെടില്ല. അങ്ങനെ ആരെങ്കിലും ചെയ്യോ? ഒരു മുസ്ലിം പോയിട്ട് അമുസ്ലിം തന്നെ ചെയ്യോ? ഇനി അഥവാ ഒരുത്തൻ അങ്ങനെ കയ്യേറിയിട്ടുണ്ടെങ്കിൽ സുബ്ഹാനല്ലാഹ്, അങ്ങനെ കയ്യേറാൻ മാത്രം ശക്തിയുള്ള ഒരുത്തൻ ഇവിടെ ആരാ ഉള്ളത്? നമ്മളൊരു വലിയ മഹലിൻ്റെ പള്ളിയുടെ സ്ഥലം കയ്യേറാൻ മാത്രം ശക്തിയുള്ള ഒരുത്തൻ ആരാണ് ഇവിടെ ഉള്ളത്? അങ്ങനെ ഉണ്ടെങ്കിൽ അതിനു വേണ്ടി പടവരുന്നതിൽ ഏറ്റവും മുൻപന്തിയിൽ ഇൻഷാ അല്ലാഹ് ഞാനുണ്ടാവും. നിങ്ങൾക്ക് ആർക്കും ഒരു സംശയവും വേണ്ട. നമ്മളെ പള്ളിയുടെ ഒരിഞ്ച് ഭൂമി ഒരാൾ കയ്യേറുകയാണെങ്കിൽ അതിനനുവദിച്ചു കൊടുക്കാൻ പറ്റുമോ? അങ്ങനെ ആരെങ്കിലും ചെയ്യുമോ? ഇവിടെ ഇൻഷാ അല്ലാഹ് ഞാനത് നാളെ രേഖസഹിതം പറയാം. ഇപ്പോൾ ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. ഇവിടെ നമ്മളിപ്പോൾ ഈ പ്രസംഗം നടത്തിക്കൊണ്ടിരിക്കുന്ന സ്ഥലം 30 കൊല്ലത്തിൻ്റെ മേലെയായി നമ്മൾ കൈവശം വെച്ച്. ഈ ഷെഡൊക്കെ എത്ര കൊല്ലമായി? ഇവിടെ 6 5 ഷെഡ് ഉണ്ടായിരുന്നു ഈ സ്ഥലത്ത് നമ്മൾ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ തുടങ്ങുന്ന സമയത്ത്. അങ്ങനെ 30 കൊല്ലത്തിലേറെയായിട്ട് നമ്മൾ കൈവശം വെച്ചുകൊണ്ടിരിക്കുന്ന സ്ഥലമാണ് ഇത്. അതേപോലെ 29 കൊല്ലമായിട്ട് കൈവശം വെക്കുന്ന സ്ഥലമാണ് ആ ബിൽഡിംഗ് ഉള്ളത്. അങ്ങനെ ഓരോന്നും നമ്മൾ വില കൊടുത്ത് വാങ്ങിയതല്ലാതെ ഈ സ്ഥലങ്ങളെ കൂട്ടത്തിൽ ഒരു സ്ഥലവും ആരുടേതും കയ്യേറിയത് ഇല്ല.